കേരളത്തിലെ പോളിടെക്നിക് കോളേജിലെ 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ്. SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും പോളിടെക്നിക് പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധിച്ച വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 22/5/2024 ജൂൺ 12, 2024 അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത്. അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്യുന്നത് 19/6/2024 ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. 24/6/2024 വരെ ആപ്ലിക്കേഷനിലെ കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് 1/7/2024 ആകെ മൊത്തം 2 അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 10/7/2024 അതിനുശേഷം സീറ്റുകൾ ഒഴിവരുകയാണെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തി ആ സീറ്റുകൾ നികത്തുന്നതായിരിക്കും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15/9/2024 www.polyadmission.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC ST കാറ്റഗറിക്ക് 100 രൂപയുമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളും നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും ഈ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷനിൽ പഠിച്ചിരിക്കേണ്ടതുമാണ്. നിങ്ങളുടെ SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർഗടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഇൻഡസ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകന്റേതായിരിക്കണം. അത് പ്രവേശനം കഴിയുന്നതുവരെ നിലനിർത്തേണ്ടതുമാണ്. വൺ ടൈം രജിസ്ട്രേഷനിൽ ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ചെക്ക് ഓർ റീട്രൈ പേയ്മെന്റ് എന്ന ലിങ്ക് വഴി ഫീസ് അടയ്ക്കാവുന്നതോ നിലവിൽ ഫീസ് അടച്ചതിന്റെ സ്ഥിതി പരിശോധിക്കാവുന്നതോ ആണ്. ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ ലഭിക്കുന്ന GRN നമ്പർ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ വിവിധ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫീസ് അടച്ച് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ഇനി പറയുന്ന കാറ്റഗറിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്കുള്ള ഗവൺമെന്റ് സീറ്റുകളിലേക്കും ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക് കോളേജിലേക്കും IHRD മോഡൽ പോളിടെക്നിക് കോളേജിലേക്കും കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ അണ്ടറിലുള്ള കോളേജിലേക്കും സെൽഫ് ഫിനാൻസിംഗ് പോളിടെക്നിക് കോളേജിലെ ഗവൺമെന്റ് മെറിറ്റ് സീറ്റിലേക്കും ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ബാച്ചിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റയൊരു ലിങ്കിലൂടെയാണ്. കൂടാതെ NCC കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട എന്നിവയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ സെപ്പറേറ്റ് ലിങ്ക് വഴിയാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ പോളിടെക്നിക് കോളേജുകളുടെ ലിസ്റ്റും അവിടെയുള്ള കോഴ്സുകളുടെ ലിസ്റ്റും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. താല്പര്യമുള്ള കോഴ്സുകളും കോളേജുകളും ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷ അയക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിപ്ലോമ കോഴ്സുകളെ പ്രധാനമായിട്ടും 2 സ്ട്രീമുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്ട്രീം 1 എന്നും സ്ട്രീം 2 എന്നും. ഇതിൽ സ്ട്രീം 1 എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോഴ്സുകളും സ്ട്രീം 2 എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുമാണ്. സ്ട്രീം 1 ആയ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോഴ്സിലേക്ക് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ച് പാസ്സായിരിക്കണം. നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമായ സ്ട്രീം 2 SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ കണക്ക്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതിൽ 50% സീറ്റുകൾ ഫില്ലാകുന്നത് പ്യുവർ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. ബാക്കി വരുന്ന 50% സീറ്റുകൾ ഫില്ലാകുന്നത് റിസർവേഷൻ റൂൾസ് പ്രകാരമായിരിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി ഫീസ് അടച്ചതിന് ശേഷമാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി ആപ്ലിക്കേഷൻ അയച്ചതിനു ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് അപേക്ഷകൻ കയ്യിൽ കരുതേണ്ടതാണ്. അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രിന്റ് ഔട്ടിന്റെ കോപ്പി ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ NCC കോട്ടയിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയക്കുന്ന വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും ഇതിൽ നൽകിയിരിക്കുന്ന
NCC ഡയറക്ടറേറ്റിന്റെ അഡ്രസ്സിലേക്ക് അയച്ചു നൽകേണ്ടതാണ്. കൂടാതെ സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഇതിൽ നൽകിയിരിക്കുന്ന സ്പോർട്സ് കൗൺസിലിന്റെ അഡ്രസ്സിലേക്കും അവസാന തീയതിക്ക് മുമ്പ് തന്നെ അയച്ചു നൽകേണ്ടതാണ്. കൂടാതെ മാനേജ്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷ അയക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അതാത് കോളേജുകളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഒരപേക്ഷകന് പരമാവധി 30 ഓപ്ഷനുകൾ വരെ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപേക്ഷകർക്ക് അഡ്മിഷൻ പോർട്ടൽ വഴി ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതുമാണ്. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം അപേക്ഷകർക്ക് തങ്ങളുടെ ആപ്ലിക്കേഷൻസ് മോഡിഫൈ ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഓപ്ഷനുകളിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് നടത്താനോ സാധിക്കുന്നതാണ്. ഇതൊരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. ഇതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയില്ല. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് 19/6/2024 അതിനുശേഷം ആപ്ലിക്കേഷൻ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/6/2024 അപ്പോൾ ഓൺലൈൻ അപേക്ഷ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും അവസാന തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ അയക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ 14 ജില്ലകളിലായി ഏകദേശം 102 പരം പോളിടെക്നിക് കോളേജുകളും IHRD മോഡൽ പോളിടെക്നിക് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജിലുമായി 38 പരം ഡിപ്ലോമ കോഴ്സുകളാണ് നടത്തുന്നത്. എല്ലാ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കും സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച ഒരു കരിക്കുലം, പ്രോഗ്രാം സ്കീം, സിലബസ് എന്നിവ ഉണ്ടാവും. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് എക്സാം എഴുതുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമിന്റെ അപേക്ഷ സമർപ്പിക്കാൻ SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള പരീക്ഷ പാസ്സായ ഏതൊരാൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം. ഇങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പാസ്സായ പരീക്ഷയുടെ മാർക്കുകൾ എല്ലാം ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യും. ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ തന്നെ നിങ്ങൾക്കൊരു ഇൻഡെക്സ് സ്കോർ കണക്കാക്കും. 3 വർഷത്തെ റെഗുലർ അഡ്മിഷന് നിങ്ങളുടെ SSLC മാർക്കിന്റെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ ഇൻഡെക്സ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിച്ച ഇൻഡെക്സ് മാർക്ക് അടിസ്ഥാനത്തിൽ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ഒരു ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കൂടാതെ അതിനൊപ്പം ഒരു പ്രൊഫഷണൽ റാങ്കും ഉണ്ടായിരിക്കുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആണ്. നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സാധിക്കും. അതായത് അപേക്ഷയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിക്കൊണ്ടാണ് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള നിശ്ചിത സമയത്തിൽ തന്നെ പൂർത്തിയാക്കുക. നമുക്ക് കിട്ടിയ റാങ്കിന്റെയും ഓപ്ഷന്റെയും അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. പരമാവധി ഒരാൾക്ക് 30 ഓപ്ഷനുകൾ വരെയാണ് സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ഏത് കോളേജിൽ ഏത് കോഴ്സ്. ഉദാഹരണത്തിന് എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കണം. കൂടാതെ എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നൽകണം. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും ഓർഡർ അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഡിപ്ലോമ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഓരോ കോഴ്സിനും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓരോ കോഴ്സിനും ലഭിക്കുന്ന ജോലി സാധ്യതകൾ ഏതൊക്കെയാണ്, ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷനുകൾ എന്തൊക്കെയാണ്. പ്രധാനമായിട്ടും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് BTech ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. അങ്ങനെ മൊത്തം 3 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാം. അഡ്മിഷൻ സമയത്ത് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്നും വിവിധ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഫീസ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും പരിചയപ്പെടാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. തുടർന്നും അഡ്മിഷൻ സംബന്ധിച്ച വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.